بسم الله الرحمن الرحيم. وتلك الجنة التي أورثتموها بما كنتم تعملون لكم فيها فاكهة كثيرة منها تأكلون إن المجرمين في عذاب جهنم خالدون لا يفتر عنهم وهم فيه مبلسون وما ظلمناهم ولكن كانوا هم الظالمين ونادوا يا مالك ليقض علينا ربك قال إنكم ماكثون لقد جئناكم بالحق ولكن أكثركم للحق كارهون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1720 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഹ്റഫിലെ 72 മുതൽ 78 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതിൽകൽ ജന്നത്തുല്ലതി യൂരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ ലകും ഫീഹാ ഫാകിഹത്തുൻ കസീറത്തുൻ മിൻഹാ തഅകുലൂൻ ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ ലാ യുഫത്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ വമാ ളലംനാഹും വലാകിൻ കാനൂ ഹുമുൽ ളാലിമീൻ വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിഥൂൻ لقد جئناكم بالحق ولكن أكثركم للحق كارهون صدق الله العلي العظيم. സൂറത്ത് സുഖ്റുഫിലെ 72 മുതൽ 78 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ ക്ഷണം മുഖവിലൊക്കെ എടുത്തുകൊണ്ട് അവര് പരിചയപ്പെടുത്തിയ ദൈവിക ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്ന ആളുകൾ അവര് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുവാൻ നിർദ്ദേശിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠനവിധേയമാക്കിയ ആയത്തുകളിൽ കാണുകയുണ്ടായത്. ഉദ്ഖുലുൽ ജന്നത അൻതും വ അസ്വാജുകും തുഹ്ബറൂൻ എന്നാണ്. അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ അവരോട് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വാചകം അവര് കൽപ്പിക്കപ്പെടുന്നത്. നിങ്ങളും നിങ്ങളുടെ ഇണകളും അല്ലെങ്കിൽ സഹകാരികളും അല്ലെങ്കിൽ കൂട്ടുകാരും സഹപ്രവർത്തകരും ഒക്കെ ജന്നത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾ അവിടെ സന്തോഷിപ്പിക്കപ്പെടുന്നതാണ് എന്നാണ് അവരോടായിട്ട് പറയപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ട ശേഷമുള്ള അവസ്ഥ വിവരിക്കപ്പെട്ടത് നമ്മൾ കാണുകയുണ്ടായി. അവർക്കിടയിലേക്കായി വളരെ ആകർഷകമായ ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ടുള്ള സ്വർണത്തിന്റെ താലങ്ങളും അതുപോലെ കപ്പുകളും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർക്കിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മനസ്സുകൾ കൊതിച്ചു പോകുന്നതും കണ്ണുകൾ ആസ്വദിക്കുന്നതുമായ പലതും അവർക്കവിടെ ലഭ്യമാണ്. മാത്രവുമല്ല അവര് ആ സ്വർഗീയ ജീവിതാവസ്ഥയിൽ
ശാശ്വതമായിട്ട് കഴിയാൻ സാധിക്കുന്നവരുമാണ് എന്നാണ് ആ ഘട്ടത്തിൽ അവരോട് പറയപ്പെടുന്നത്. അവരെ ഏറ്റവും ഏറെ ആനന്ദിപ്പിക്കുന്ന വിധത്തിലുള്ള പല സംഗതികളും അവർക്കവിടെ ലഭ്യമായിരിക്കും. അത് തീർന്നു പോകുമെന്നോ നഷ്ടപ്പെട്ടു പോകുമെന്നോ ഉള്ള ആശങ്കയൊന്നും അവർക്ക് ആവശ്യമില്ല എന്നും അവരോട് പറയപ്പെടുകയാണ്. അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന ആ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളുടെ തുടക്കത്തിലുള്ളത്. സ്വർഗപ്രവേശനം ലഭിച്ച സത്യവിശ്വാസ മാർഗം അവലംബിച്ച ആളുകൾ കേൾപ്പിക്കപ്പെടുന്ന കാര്യങ്ങളുടെ കൂട്ടത്തില് ചില കാര്യങ്ങൾ കൂടി ഇവിടെ വിവരിക്കപ്പെടുകയാണ്. അതിനെ തുടർന്ന് പ്രവാചകന്മാരുടെ പ്രബോധനത്തിനോട് മുഖം തിരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പുറം തിരിഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച ആളുകൾ ഏറ്റുവാങ്ങാൻ പോകുന്ന പരിണതിയെ കുറിച്ചും ഒരു വിവരണം ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളുടെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ തുടക്കം എങ്ങനെയാണ്? വതിൽക്കൽ ജന്നത്തുല്ലത്തി ഉരിസ്തുമൂഹ. സ്വർഗത്തിലേക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ട ആളുകളോടായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങളുടെ കൂട്ടത്തില് ഇങ്ങനെയും കാണാം. വതിൽക്കൽ ജന്നത്തു, ഈ സ്വർഗമുണ്ടല്ലോ, ഈ സ്വർഗീയ ഉദ്യാനം, അത് അല്ലത്തി ഉരിസ്തുമൂഹ, നിങ്ങൾ അതിന്റെ അനന്തരാവകാശികളാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കായിട്ട് അത് നൽകിയിരിക്കുകയാണ്. വതിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമൂഹ, നിങ്ങളെ ഈ സ്വർഗത്തിന്റെ അനന്തരാവകാശികളാക്കി നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. വതിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമൂഹ ബിമാ കുന്തും തഅമലൂൻ, അത് വെറുതെ നിങ്ങൾക്ക് അതിന്റെ അനന്തരാവകാശം ഏൽപ്പിച്ചതല്ല, നിങ്ങളുടെ അർഹതക്ക്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള മതിയായ പ്രതിഫലം എന്ന നിലക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പിന്നിട്ട കാലത്ത്, നിങ്ങളുടെ ഭൂമിയിലെ ജീവിതകാലത്ത് പ്രവർത്തിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഈ ജന്നത്തിന്റെ അനന്തരാവകാശികളായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അവരോടായിട്ട് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രയത്നങ്ങളും അധ്വാനവും അവര് വ്യയം ചെയ്ത അവരുടെ സമയവും ഊർജവും സമ്പത്തും അതുപോലെ സമ്പാദ്യങ്ങളും ഒക്കെ തന്നെ വളരെ ഫലവത്തായി, അത് ഏറ്റവും ഫലദായകമായ വിധത്തിലാണ് ചെലവഴിക്കപ്പെട്ടിരുന്നത് എന്ന ഒരു സന്തോഷമാണ് അവരെ ആ ഘട്ടത്തില് അറിയിക്കപ്പെടുന്നത്. വതിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമൂഹ, നിങ്ങൾ അനന്തരാവകാശികളായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്വർഗമാണിത്, ഉദ്യാനമാണിത്. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങളാണ് അതിന്റെ അനന്തരാവകാശികളായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് കാരണം ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കാരണമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെരഞ്ഞെടുത്ത ജീവിത സരണി, ആ മാർഗത്തിൽ നിങ്ങൾ നടത്തിയ പ്രയത്നങ്ങൾ, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സമർപ്പണം, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അർഹതയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്വർഗം എന്നാണ് ആ ഘട്ടത്തില് ആ വിഭാഗം ആളുകളോടായിട്ട് പറയപ്പെടുന്നത്. ലക്കും ഫീഹ ഫാക്കിഹത്തുൻ, തുടർന്ന് ആ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം കൂടി നൽകപ്പെടുകയാണ്. നിങ്ങൾക്ക് അവിടെ ധാരാളം പഴവർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നിങ്ങളുടെ ഭക്ഷ്യവിഭവങ്ങളായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്കായിട്ട് അവിടെ ഉണ്ട്. ഫാക്കിഹത്തുൻ കസീറ, ധാരാളം പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്കായിട്ട് അവിടെ ലഭ്യമാണ്. മിൻഹാ തഅകുലൂൻ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാവുന്നതാണ്.
മിൻഹാ തഅ്കുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നു. ഭാഷാപരമായിട്ട് ആ പഴവർഗ്ഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നു എന്ന് വിവർത്തനം ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാവുന്നതാണ് എന്നൊരാശയവും വേണമെങ്കിൽ ഉൾക്കൊള്ളാം. രണ്ടിനും സാധ്യതയുള്ള ഒരു പ്രയോഗമാണ്. അപ്പോ ഈ ജന്നത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക, അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ കർമ്മഫലമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഫലവർഗങ്ങളൊക്കെയും അവിടെ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങളുടെ ആഗ്രഹവും ഇഷ്ടവും താല്പര്യവും ഒക്കെ അനുസരിച്ച് ഭക്ഷിക്കാവുന്നതാണ് എന്നാണ് അവരോടായിട്ട് പറയപ്പെടുന്നത്. അപ്പോ സത്യവിശ്വാസത്തിന്റെ മാർഗം അവലംബിച്ച് ആ ജീവിത വീക്ഷണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നിർവഹിച്ച് പൂർത്തിയാക്കി അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിയ ആളുകളുടെ കാര്യത്തിലാണ് ഈ വിധത്തില് അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നതും അവരെ അവിടെ സ്വാഗതം ചെയ്യപ്പെടുന്നതും അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ അവരെ കാത്തിരിക്കുന്നു എന്ന സന്തോഷം അറിയിക്കുന്നതും. അപ്പോ ആ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അവിടെ സ്വർഗാവകാശികൾക്ക് ലഭിക്കുന്ന സ്വീകരണത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ തുടർന്ന് മുജ്രിമുകളെ കുറിച്ചാണ്, കുറ്റവാളികളായ, സ്വന്തത്തോട് അതിക്രമം ചെയ്ത, സത്യത്തിനോട് പുറംതിരിഞ്ഞു നിന്ന പ്രവാചകന്മാര് വളരെ ആവർത്തിച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളെ കാണാനോ വിലമതിക്കാനോ കൂട്ടാക്കാതെ പുറംതിരിഞ്ഞു നിന്ന ആളുകൾ, ആ ആളുകൾ എന്ത് പരിണതിയാണ് ഏറ്റുവാങ്ങുന്നത് എന്നതാണ് തുടർന്ന് വിവരിക്കപ്പെടുന്നത്. ഇന്നൽ മുജ്രിമീന, നിശ്ചയമായിട്ടും പാപികൾ, കുറ്റവാളികൾ, ഫി അദാബി ജഹന്നം, അവര് നരകശിക്ഷയിലായിരിക്കും. ഖാലിദൂൻ, അവരതില് നിത്യമായി ആ നരകശിക്ഷ അനുഭവിക്കേണ്ടവരായിരിക്കും. ഇതാണ് മുജ്രിമുകളുടെ കാര്യത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ. ഇന്നൽ മുജ്രിമീന, നിശ്ചയമായിട്ടും മുജ്രിമുകൾ. മുജ്രിമ് എന്ന് പറയുന്നത് കുറ്റവാളി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ക്രിമിനൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, യഥാർത്ഥത്തില് ക്രൈം ചെയ്യുന്ന ആളെ പറയുന്ന അറബിയിലുള്ള ഒരു പ്രയോഗമാണ് മുജ്രിം എന്ന്. ഈ വാക്കെന്നാണ് അതിന്റെ ഒരു പക്ഷേ ഈജിപ്ഷ്യൻ ഉച്ചാരണത്തിൽ നിന്നാണ് മുഗ്രിം എന്നാണ് ഈ ഈജിപ്ഷ്യൻസ് അത് പറയാം. ഇഗ്രാം, മുഗ്രിം എന്നൊക്കെയാണ് പറയാം. അതിന്നായിരിക്കണം ഇംഗ്ലീഷിലെ ക്രൈം എന്ന വാക്ക് വന്നിട്ടുണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വലിയ സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്നായാലും ഇന്നൽ മുജ്രിമീന, നിശ്ചയമായിട്ടും കുറ്റവാളികൾ, പാപികൾ, ബാത്തിലിന്റെ പാത തെരഞ്ഞെടുത്ത് ആ മാർഗത്തില് ജീവിതം വ്യയം ചെയ്ത ആളുകൾ, ആ സ്വന്തത്തോടും തങ്ങളുടെ സ്രഷ്ടാവായ റബ്ബിനോടും ഒക്കെ അക്രമം ചെയ്തുകൊണ്ട് സമൂഹത്തോട് ദ്രോഹം ചെയ്തുകൊണ്ടൊക്കെ ജീവിച്ചു പോയ ആളുകൾ, അവര് ഫി അദാബി ജഹന്നം, നരകശിക്ഷയിലായിരിക്കും. മാത്രവുമല്ല ഖാലിദൂൻ, അവരതില് നിത്യമായി വസിക്കേണ്ടവരുമാകും. നരകശിക്ഷ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടർന്ന് അങ്ങോട്ടുള്ള നിത്യാനുഭവമായിട്ട് എന്നെന്നും അനുഭവിക്കാനുള്ളതായിട്ടാണ് ഖുർആൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ലാ യുഫത്തറു അൻഹും, അവർക്ക് ഒരു ഇളവും നൽകപ്പെടുന്നതല്ല, ഒരു ഫത്രത്തും ഉണ്ടാവുകയില്ല. നരകത്തിലെ ശിക്ഷയാണ്, അതികഠിനമായതാണ്, ഒരു ബ്രേക്ക് കിടക്കട്ടെ എന്ന വിധത്തില് ഒരു ഇടവേളയൊന്നും നൽകപ്പെടുന്നതല്ല. ലാ യുഫത്തറു അൻഹും, അതിൽ നിന്ന്, ആ നരക ശിക്ഷയുടെ അവസ്ഥയില് അവർക്ക് ഒരു ഇടവേളയോ അല്ലെങ്കിൽ വിടുതലോ അല്ലെങ്കിൽ ഒരു ഇളവോ ഒന്നും നൽകപ്പെടുന്നതല്ല. വഹും ഫീഹി മുബ്ലിസൂൻ, അവരതില് അങ്ങേയറ്റത്തെ നിരാശ പൂണ്ടവരായിരിക്കും. ഭഗ്നാശരായിക്കൊണ്ടാണ് അവര്, മുബ്ലിസുകളായിട്ടാണ് അവരവിടെ കഴിയേണ്ടി വരിക. മുബ്ലിസ് എന്ന വാക്കിന്റെ റൂട്ട് വേർഡ് എന്നാണ് യഥാർത്ഥത്തിൽ ഇബ്ലീസ് എന്നുള്ള വാക്കൊക്കെ വന്നിട്ടുള്ളത്. പരമനിരാശിതൻ എന്നാണ് ഇബ്ലീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. എല്ലാ നിലക്കുള്ള പ്രതീക്ഷ അറ്റുപോയ, നിരാശ മാത്രം അവശേഷിക്കുന്ന ഒരുവൻ.
അതാണ് ഇബ്ലീസ്. ഈ വാക്കിന്റെ റൂട്ട് വേർഡിൽ നിന്ന് തന്നെയാണ് മുബ്ലിസ് എന്ന വാക്ക് വരുന്നത്. അപ്പോ നരകശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മുജ്രിമുകൾ യാതൊരു പ്രതീക്ഷയും അവശേഷിക്കാത്തവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പരമനിരാശയും അങ്ങേയറ്റത്തെ ഭഗ്നാശരാവുന്ന അവസ്ഥയുമാണ് അവർക്ക് നരകത്തിലുള്ളത്. ആ അവസ്ഥയിൽ അവര് ശാശ്വതരായിട്ട് കഴിയേണ്ടി വരും എന്നുകൂടിയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. വമാ ളലംനാഹും. എന്നിട്ട് അള്ളാഹു ഒരു കാര്യം വ്യക്തമാക്കുന്നത്, നാം അവരോട് ഒരു ദ്രോഹവും ചെയ്തതല്ല കേട്ടോ. വമാ ളലംനാഹും. അങ്ങനെ ആരും കരുതണ്ട. ഈ നരകവാസികളാകേണ്ടി വരുന്ന, മുജ്രിമുകളാകേണ്ടി വരുന്ന ആളുകൾ, മുജ്രിമുകളായി നരകവാസം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകൾ, അവര് ഒരു നിലക്കും അള്ളാഹു എന്തെങ്കിലും ദ്രോഹം ചെയ്തത് കൊണ്ട് നരകത്തിലെത്തിയവരല്ല. അള്ളാഹു അവരോട് അനർഹമായ എന്തെങ്കിലും അവർക്ക് അങ്ങ് പതിച്ചു കൊടുത്തത് കൊണ്ട് നരകശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നവരല്ല അവർ. വമാ ളലംനാഹും. നാം അവരോട്, നാം ഈ നരകത്തിലേക്ക് ചെന്ന് ചേരേണ്ടി വന്ന മുജ്രിമുകളോട് യാതൊരു വിധത്തിലുള്ള ദുൽമും, യാതൊരു വിധത്തിലുള്ള അനീതിയും അക്രമവും ചെയ്തിട്ടില്ല. വമാ ളലംനാഹും വലാകിൻ കാനൂ ഹുമുൽ ളാലിമീൻ. മറിച്ച് അവര് സ്വയം തന്നെ അക്രമികളായിരുന്നു എന്നതാണ് വസ്തുത. അവരാരോടാണ് ദുൽമ ചെയ്തത്? ഒന്നാമതായി അവരോട് തന്നെയാണ്. പിന്നെ അവരുടെ സ്രഷ്ടാവിനോടാണ്. പിന്നീട് അവരുടെ സഹജീവികളായ മുഴുവൻ ജീവജാലങ്ങൾ ഉൾപ്പെടെയുള്ള, മനുഷ്യരുൾപ്പെടെയുള്ള സകലരോടുമാണ് അക്രമം ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ദുൽമിന്റെ വഴി തെരഞ്ഞെടുക്കുന്ന, കുഫറിന്റെ നിഷേധത്തിന്റെ വഴി തെരഞ്ഞെടുക്കുന്ന ഒരാള്, അയാൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ സംഗതികൾക്കും ഒരു ദുൽമിന്റെ സ്വഭാവം വന്നു ചേരുന്നത് കാണാൻ സാധിക്കും. അയാൾ വല്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണെങ്കിൽ അത് ദുൽമായി മാറും. അയാൾ വല്ല ഭക്ഷണവും കഴിക്കുന്നുണ്ടെങ്കിൽ അത് ദുൽമായി മാറും. അയാൾ എന്ത് പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും പുണ്യകരമല്ലാത്ത സംഗതിയായിട്ട് മാറും. കാരണം ഏത് കർമ്മത്തെയും പുണ്യകരമാക്കുന്നത് അതിനു വേണ്ട സാഹചര്യവും സൗകര്യവും ഒരുക്കി കൊടുത്ത റബ്ബിനെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ നാമധേയത്തില് അത് ചെയ്യുമ്പോഴാണ് അത് പുണ്യകരമായി മാറുന്നത്. അങ്ങനെ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് അവൻ ചെയ്തു തന്ന സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണ് എന്ന വിധത്തിലുള്ള കൃതജ്ഞത കാണിച്ചുകൊണ്ട് അവന്റെ നാമധേയത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു പുണ്യകരമായ പ്രവർത്തനമായിട്ട് മാറും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് ചിലപ്പോ വളരെ നല്ല കാര്യമാണ് എന്നൊക്കെ ആയിരിക്കും അയാൾ കരുതുന്നുണ്ടാവുക. പക്ഷെ ഫലത്തിൽ അത് ദുൽമായിട്ട് മാറും. അത് അയാളോടും അയാളുടെ റബ്ബിനോടും അതുപോലെ സമസൃഷ്ടികളായ ആളുകളോടും ഒക്കെ തന്നെ ചെയ്യുന്ന ദ്രോഹമായിട്ടാണ് അത് പരിണമിക്കുക. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത്, വമാ ളലംനാഹും. നാം അവരോട് യാതൊരു ദ്രോഹവും ചെയ്തതല്ല. വലാകിൻ കാനൂ ഹുമുൽ ളാലിമീൻ. മറിച്ച് ഇവര് തന്നെയായിരുന്നു, ഇവര് സ്വയം തന്നെ ളാലിമുകളായിരുന്നു. ഇതാണ് അവരുടെ ഈ നരകയാതന ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ ഒരു കാരണം. അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിധത്തിലുള്ള അക്രമവും അനീതിയും ചെയ്തത് കൊണ്ടല്ല അവര് ഈ നരകത്തിന്റെ ആക്ഷേപത്ത് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. മറിച്ച് അവരോട് തന്നെ അക്രമം ചെയ്യുന്നവരായിക്കൊണ്ടാണ് ജീവിക്കേണ്ടായിട്ടുള്ളത്. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എങ്ങനെയാണ് ഒരാള് അയാളുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ദുൽമിന്റെ പാതയിലാക്കി മാറ്റുന്നത് എന്നത്. ഏത് മനുഷ്യനും ഇപ്പോ നമുക്കറിയാം, അള്ളാഹുവിന്റെ നാമധേയത്തിൽ വായിക്കാനാണ് മനുഷ്യൻ ആദ്യം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ വെളിപാടുകൾ ലഭിച്ചപ്പോ അതിൽ ആദ്യത്തെ വാചകം തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. സൃഷ്ടികർമ്മം നടത്തിയ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കാനാണ് അവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്.
എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ആ നാഥനെ തിരിച്ചറിയുക എന്നത്, സൃഷ്ടികർമ്മം നടത്തിയ തന്റെ സ്രഷ്ടാവായ റബ്ബിനെ തിരിച്ചറിയുക എന്നതും, എന്നിട്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ നാമധേയത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുക എന്നതും വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ്. അത് വലിയൊരു വ്യത്യാസം സൃഷ്ടിക്കും. അങ്ങനെ ചെയ്യുന്ന ആളും മറിച്ച് ചെയ്യുന്ന ആളും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉരുവിട്ടുകൊണ്ട് മനസ്സിൽ തട്ടി പറഞ്ഞുകൊണ്ട് ഒരാള് ഒരു കർമ്മം ചെയ്യുന്നതും, അങ്ങനെ പറയാതെ അയാൾ കരുതുന്ന വിധത്തിൽ സമൂഹത്തിനോ തനിക്കോ എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന ഒരു പ്രവർത്തനം ചെയ്യുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒന്നാമത്തേത് വലിയൊരു പുണ്യപ്രവർത്തനമാകുമെങ്കിൽ, രണ്ടാമത്തേത് പ്രത്യക്ഷത്തിൽ പുണ്യപ്രവർത്തനമാണെങ്കിൽ പോലും അത് നിർവഹിക്കുന്ന ആ പ്രക്രിയയിലൂടെ അത് ചെയ്യുന്ന ആള് അക്രമിയായിട്ട് മാറുകയാണ്. കാരണം ഏത് മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം അയാള് സുഹൃതവാനായി മാറുന്നതിന്റെ ഒന്നാമത്തെ ഉപാധി അവൻ തന്റെ ജീവിത സാഹചര്യവും സൗകര്യങ്ങളും അവസരങ്ങളും ഒക്കെ തനിക്ക് ഒരുക്കി തന്ന റബ്ബിനെ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. അത് ചെയ്യാതെ കണ്ട ഒരാള് ഏത് തരം പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് അയാൾക്ക് പ്രയോജനകരമായി മാറുന്നില്ല എന്ന് മാത്രമല്ല, അയാളോട് തന്നെ ദുൽമ ചെയ്യുന്നതിന് തുല്യമായിട്ട് മാറും. അപ്പൊ ഈ നിലപാട്, ഈ ജീവിത വീക്ഷണം, ഈ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ പ്രധാനമാണ്. അപ്പൊ അള്ളാഹു കൂടെ വ്യക്തമാക്കുന്നത് അയാളോട് നാം പ്രത്യേകിച്ച് ഒരു അക്രമവും അനീതിയും ചെയ്തതല്ല, അയാളോട് തന്നെ ദുൽമ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ നരകം ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകൾ വനാദവും അവര് വിളിച്ചു പറയുകയാണ്, വിളിച്ച് കരയുകയാണ്. നരകത്തിലേക്ക് ആനയിക്കപ്പെട്ടപ്പോ നരകത്തിന്റെ അവസ്ഥകള് അനുഭവിച്ചറിയാൻ സാധിച്ചപ്പോ അവര് ആർത്ത് കരയുന്നത് ഇങ്ങനെയാണ്: യാ മാലിക്കു ലിയഖ്ലി അലൈന റബ്ബുക. യാ മാലിക്കു എന്ന് വിളിച്ചിട്ടാണ്. നരകത്തിന്റെ കാവൽക്കാരായിട്ട് പരാമർശിക്കപ്പെട്ട മലക്കാണ് മാലിക് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഉടമസ്ഥ എന്നൊരർത്ഥം അതിന്, ഉടമസ്ഥൻ എന്നൊരർത്ഥം അതിന് കാണാം. മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതല്ല നടക്കുന്നത്, മറിച്ച് നരകത്തിന്റെ കാവൽക്കാരായി അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു വിഭാഗം മലക്കുകൾ, അവര് പൊതുവെ മാലിക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ മാലിക്കിനെ വിളിച്ചുകൊണ്ടാണ് അവര് പറയുന്നത്. യാ മാലിക്കു എന്ന് വിളിച്ചുകൊണ്ട് അവര് പറയുന്നത് ഇങ്ങനെയാണ്: വനാദോ യാ മാലിക്, കഥ അങ്ങ് കഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ്. ഇതൊന്ന് തീർത്തു തന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് മാലിക്കിനോടായിട്ട് അവർ പറയുന്നത്. യാ മാലിക്കു ലിയഖ്ലി അലൈന റബ്ബുക. അപ്പൊ നരകത്തിന്റെ ചുമതലയുള്ള മലക്കിനെ വിളിച്ചിട്ട് അവര് പറയുന്നത്, നിന്റെ റബ്ബ് ഞങ്ങളുടെ കാര്യം ഒന്നങ്ങ് തീർത്തു തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് അവർ പറയുന്നത്. നരകം അവർക്ക് അത്രയും അസഹ്യമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നരകത്തിൽ കഴിയേണ്ടി വരുന്ന ആ അവസ്ഥ ഇല്ലാതാക്കി ഞങ്ങള് പൂർണ്ണമായിട്ടും ഇല്ലാതായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ നിന്റെ റബ്ബ് എത്തിച്ചിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെത്തണം എന്നുള്ള പ്രതീക്ഷയോ ആഗ്രഹമോ അല്ല. കാരണം അതിന്റെ എത്രയോ, അങ്ങനെ ഒരു പ്രതീക്ഷയോ ആഗ്രഹമോ ഉണ്ടാകുന്നതിൽ നിന്ന് എത്രയോ അകലെയാണ് അവര്. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിച്ചു പോകുന്നതും വിളിച്ചു പറയുന്നതും ഒക്കെ, മാലിക്കെ നിന്റെ റബ്ബിനോട് ഒന്ന് ഇടപെട്ട് പറഞ്ഞാൽ തിരക്കിടില്ലായിരുന്നു, ഞങ്ങളുടെ കാര്യം ഒന്നങ്ങ് പൂർത്തിയാക്കി തന്നാൽ മതിയായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കഥ അങ്ങ് കഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് അവര് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ലിയഖ്ലി അലൈന റബ്ബുക എന്നാണ് പറയുന്നത്. ഖാല ഇന്നക്കും മാകിസൂൻ. അപ്പോ മാലിക് പറയുന്നത് അങ്ങനെയല്ല കേട്ടോ, ഇന്നക്കും മാകിസൂൻ, നിങ്ങൾ ഇവിടെ തങ്ങേണ്ടവർ തന്നെയാണ്. ഇന്നക്കും മാകിസൂൻ, തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വസിക്കുന്നവരാണ്. ഇവിടുന്ന് കഥ കഴിഞ്ഞങ്ങ് പോയി കളയാം, അല്ലെങ്കിൽ
ഇവിടെ അങ്ങ് തീർന്നു, എല്ലാം ഒടുങ്ങി തീർന്നു എന്ന് കരുതി ആശ്വസിക്കാൻ പറ്റുന്ന ഒരവസ്ഥ നിങ്ങൾക്കില്ല. ഇന്നക്കും മാക്കിസൂൻ എന്നാണ് പറയുന്നത്. മക്കസ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, നിലക്കൊണ്ടു, കഴിഞ്ഞുകൂടി എന്നൊക്കെയാണ് അർത്ഥം. ഇന്നക്കും മാക്കിസൂൻ, തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കഴിയേണ്ടവരാണ്. ഇവിടുന്ന് കഥ കഴിഞ്ഞ് അങ്ങ് തീർന്നു കഴിഞ്ഞു എന്ന് പറയാവുന്ന അങ്ങനെയുള്ള ഒരു ഭാഗ്യം പോലും നിങ്ങളെ കടാക്ഷിക്കുകയില്ല എന്നതാണ് നിങ്ങളുടെ അവസ്ഥ. ലഖദ് ജിഇനാകും ബിൽ ഹഖ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്? ഞങ്ങൾ നേരത്തെ നിങ്ങളുടെയൊക്കെ അടുക്കൽ സത്യവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാലിക് പറയുകയാണ്, ഞങ്ങൾ എന്ന് പറഞ്ഞാല് മാലാഖമാര്, അള്ളാഹുവിന്റെ മലക്കുകൾ, പ്രത്യേകമായി ചുമതല ഏൽപ്പിക്കപ്പെട്ട ജിബ്രീൽ പോലെയുള്ള മലക്കുകള് നിങ്ങളുടെ അടുക്കലേക്ക് ഈ ദൈവിക സത്യവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ലഖദ് ജിഇനാകും ബിൽ ഹഖ്. സത്യവുമായി യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങളെ തെര്യപ്പെടുത്തുന്ന വിധത്തില് നിങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങള് നേരത്തെ വന്നിരുന്നതാണ്. ഇവിടെ മാലിക് ഇത് പറയുന്നത് മറ്റു മലക്കുകളെയും പ്രവാചകന്മാരെയും അള്ളാഹുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രയത്നിക്കുന്ന, മനുഷ്യരുടെ വിമോചനത്തിനായി പ്രയത്നിക്കുന്ന എല്ലാവരുടെയും സംഘത്തിലെ ഭാഗമായിക്കൊണ്ടാണ് മാലിക് ഇവിടെ മറുപടി നൽകുന്നത്. മാലിക് സ്വന്തം വന്നു എന്നുള്ള നിലക്കല്ല, മറിച്ച് മാലിക് അള്ളാഹുവിന്റെ പക്ഷത്താണുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ കൂട്ടത്തില് മലക്കുകളും പ്രവാചകന്മാരും സിദ്ദീഖുകളും ശുഹദാകളും അള്ളാഹുവിന്റെ മാർഗത്തില് ദാഴികളായിട്ട് നിലകൊണ്ടവരൊക്കെ ഉണ്ട്. അപ്പോ പറയുന്ന കാര്യം, ഞങ്ങള് ജിഇനാകും ബിൽ ഹഖ്, നിങ്ങളുടെ അടുക്കൽ സത്യവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. വലാകിന്ന അക്സറക്കും ലിൽ ഹഖി കാരിഹൂൻ. പക്ഷെ നിങ്ങളിലേറെ പേരും സത്യത്തിനോട് വിമുഖതയുണ്ടായിരുന്ന, വെറുപ്പ് കാണിച്ചിരുന്നവരായിരുന്നല്ലോ. നിങ്ങൾക്ക് അതിനോട് ഒരു ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നില്ലല്ലോ. വലാകിന്ന അക്സറക്കും, നിങ്ങളിൽ അധിക പേരും, ഇപ്പൊ നരകത്തിൽ എത്തിയിരിക്കുന്ന നരകാവകാശികളായി മാറിയിരിക്കുന്നവരിൽ അധിക പേരും ലിൽ ഹഖി കാരിഹൂൻ, സത്യത്തിനോട് വെറുപ്പ് കാണിച്ചിരുന്നവരാണല്ലോ. യാതൊരു വിധത്തിലുള്ള ഒരു പ്രതിബദ്ധതയും സത്യത്തിനോട് കാണിക്കാൻ കൂട്ടാക്കിയിരുന്നവരായിരുന്നില്ല നിങ്ങൾ. നിങ്ങൾക്കത് അസഹ്യമായിരുന്നു. സത്യം ഉയർത്തി കാണിക്കുക, പ്രവാചകന്മാര് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെ ആളുകളെ കേൾപ്പിക്കുക, അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരിക, അതിന്റെ അടിസ്ഥാനത്തില് അവരുടെ ചിന്തയും ആലോചനയും ഒക്കെ രൂപപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള പ്രയത്നങ്ങളിൽ ചിലര് ഏർപ്പെട്ടപ്പോ നിങ്ങൾക്കത് ഭയങ്കര അസഹ്യതയായിരുന്നല്ലോ. നിങ്ങൾക്കത് കേട്ടിരിക്കാൻ പോലുള്ള സന്നദ്ധത ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് മലക്കുകള്, അല്ലെങ്കിൽ ഇവിടെ മാലിക് എന്ന മലക്ക് അവരോടായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോ ഇവിടുന്ന് മാറി നിൽക്കുക എന്നത് സാധ്യമല്ല. നിങ്ങൾ ഈ ഇടത്തിന്റെ വാസികളാണ്, ഇവിടെ വസിക്കേണ്ടവരാണ്, നിങ്ങൾ ഇവിടെ തന്നെ കഴിയേണ്ടവരാണ്. നിങ്ങളുടെ കഥ മുഴുവനായി അവസാനിച്ചു എന്ന നിലക്ക് ഇവിടുന്ന് പോകാൻ കഴിയുന്നവരല്ല. മാത്രവുമല്ല, നിങ്ങളുടെ കാര്യം നിങ്ങളത് അർഹിക്കുന്നവരുമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളൊക്കെയും വന്നിട്ടുണ്ടായിരുന്നു, സത്യവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിങ്ങളിൽ ഏറെ പേരും സത്യത്തിനോട് വല്ലാത്ത അസഹ്യത കാണിച്ചിരുന്നവരാണ്. സത്യം നിങ്ങൾക്ക് കേൾക്കണത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. നിങ്ങൾ അപ്പോ വിറളിയെടുക്കും, വെപ്രാളപ്പെടും, ശക്തമായിട്ട് അതിനോട് പ്രതിഷേധവും എതിർപ്പും ഒക്കെ രേഖപ്പെടുത്തും. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നിങ്ങളുടെ നിലപാട്. ഇതാണ് മാലിക് എന്ന മലക്ക് അവരോടായിട്ട് ആ സന്ദർഭത്തിൽ പറയാം. നിന്റെ റബ്ബ് ഈ ഏർപ്പാടൊന്ന് മുഴുവനാക്കി ഞങ്ങളൊന്ന് തീർത്തു തന്നിരുന്നെങ്കിൽ എന്നാണ് മാലിക്കിനെ വിളിച്ചിട്ട് അവർ പറയുന്നത്. പക്ഷെ മാലിക് പറയുന്നത്, ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഇവിടുത്തെ ശിക്ഷ മുഴുവനായി കഴിഞ്ഞു എന്ന നിലക്ക് ഇവിടുന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവസാനിച്ചു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടെ കഴിയേണ്ടവരാണ്. ഇതാണ് നിങ്ങളുടെ വിധി. അത് നിങ്ങൾ സ്വയം വരുത്തി വെച്ചതുമാണ്. കാരണം
ഞങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അടുക്കൽ സത്യവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളിൽ ഏറെ പേരും നിങ്ങളൊക്കെയും തന്നെയും സത്യത്തിനോട് വല്ലാത്ത അസഹ്യത കാണിച്ചുകൊണ്ടിരുന്നവരായിരുന്നല്ലോ. അത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ഒന്നുള്ള സന്നദ്ധത നിങ്ങൾക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് ആ ഘട്ടത്തില് മാലിക് അവരോടായിട്ട് പറയുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സുഖ്റൂഫിലെ 72 മുതൽ 78 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.